ഇവിടെ ഇടതുപക്ഷം സീറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല, വോട്ട് കൂടുതലാണ്. ഇടതുപക്ഷത്തിന്റെ ആളുകളെ തോറ്റു എന്ന് പഠിപ്പിക്കാനാണ് പാട് എന്ന് പറയുന്നത്. അത് അതിൽ എത്രത്തോളം സത്യാവസ്ഥ? അത് UDF എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം എന്ത് വന്നാലും എതിർക്കുക എന്നൊരു കാഴ്ചപ്പാട് മാത്രമാണ് സതീശന്റെ. നിങ്ങൾ അപ്പോഴും തോറ്റിട്ടില്ല എന്ന് പറയുന്നത്? ഞാനിപ്പോഴും നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല. വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ച് ഹിന്ദു സമുദായത്തിൽപ്പെട്ട വോട്ടുകൾ ചിന്തിക്കുന്ന സമയത്ത് അത് BJP കൂടെ പോകുന്ന അവസ്ഥ ഉണ്ടായില്ലേ എന്നുള്ള എന്റെ ചോദ്യം ഒന്ന് ആണോ? രണ്ടാമത്, ഒരു കാരണവശാലും മുസ്ലിം സമുദായം BJPക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത് പോയി കുടുങ്ങിയോ എന്ന് എന്റെ ചോദ്യം. കുടുങ്ങി, ചില ആളുകൾ കുടുങ്ങി. അങ്ങനെ അല്ല, അത്ര വലിയൊരു പരാജയം വന്നിട്ടില്ല. അത് തന്നെയാണ് പറയുന്നത് വി ഡി സതീശൻ. അത് തന്നെ പറയുന്നത് വി ഡി സതീശൻ പറയുന്നത് തന്നെയാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ അണികളെ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പാട് ഭയങ്കരമാണെന്ന് പറയുന്നത്. അതായത് ഈ അങ്ങനെ സമ്മതിക്കില്ല എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ പഠിപ്പിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ കോൺഗ്രസ് തന്നെ തോറ്റോ എന്ന് വേണമെങ്കിൽ അവരെന്നെ വേണമെങ്കിലും എന്ത് ചെയ്യും, നോക്കേണ്ടി വരും എന്ന് പറയണേ. ചില ഒരു വശം ശരി തന്നെയാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ഉത്ബുദ്ധരാണ്. ഒരു മതത്തിന് ബേസ് ചെയ്തിട്ട് വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നതല്ല. അത് 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 ഇടതുപക്ഷം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാനും ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. അവര് മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് അതിൽ വിഭിന്നത ഉണ്ടാക്കാനാണ് എപ്പോഴും ശ്രമിക്കല്. ഈ വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ച് മലപ്പുറം ജില്ലേനെ ആകതാക്കി പൊതുവിൽ അതന്നെ ക്ഷീണം പറ്റിയത്. അപ്പോൾ തീർത്തും ഒരു അവസരവാദ രാഷ്ട്രീയ നയമാണ് ഇപ്പോൾ പിണറായി വിജയൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞത് എന്നതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി എന്നതുകൊണ്ട് മുസ്ലിങ്ങൾ അങ്ങനെ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കൊന്നുമില്ല. ഇവിടെയുള്ള റോഡുകൾ വലിയ നല്ല രീതിയിലേക്ക് പണിയെടുത്തിട്ടുണ്ട്. വലിയ രീതിയിലേക്കുള്ള ഡെവലപ്മെന്റുകൾ നടന്നിട്ടുണ്ട്. കേരളത്തിൽ എങ്ങും ഇല്ലാത്ത രീതിയിലേക്ക് ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ളത് പരിശോധിക്കേണ്ടതല്ലേ? പാർട്ടി തോറ്റു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശന്റെ സംസാരം കൊണ്ട് വോട്ട് പോയോ? പോയി, തീർച്ചയായിട്ടും പോയി. അത് ഉറപ്പല്ല, കാലനായത് കൊണ്ടല്ലേ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചത്. നമസ്കാരം, പീപ്പിൾ വോയിസ് കേരളയിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലേക്കുള്ള തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചത്. വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പൊക്കിപ്പിടിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ളത് ജനം വലിയ രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന്റെ കാലനായോ? ഇനി ജനങ്ങൾ പറയട്ടെ. ഇവിടെ ഇടതുപക്ഷം സീറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല, വോട്ട് കൂടുതലാണ്. കേരളത്തിൽ വോട്ട് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് കൂടുതലാണ്. സീറ്റ് കുറവാണെങ്കിലും ചുരുങ്ങിയ വോട്ടുകൾക്ക് മാത്രമാണ് ഓരോ വാർഡുകളിലും പരാജയപ്പെട്ടു പോയത്. അതുകൊണ്ടാണ് സംഭവിച്ചത്. പിന്നെ വർഗീയ വികാരമാണ് ഇവിടെ ഉണ്ടാക്കിയത്. ആ വർഗീയ വികാരം കൊണ്ടാണ് യഥാർത്ഥം ഇവിടുത്തെ ഇത് കുറയാനുള്ള കാരണം. വർഗീയ വികാരം ആരുണ്ടാക്കി? വർഗീയ വികാരം UDF ഉണ്ടാക്കി. എന്തുണ്ടാക്കി? കോൺഗ്രസിന്റെ കൂടെ ഒന്നും കണ്ട, BJPന്റെ കൂടെ ഒന്നും കണ്ട് കോൺഗ്രസ് ഏർപ്പാട് ചെയ്ത് കൊടുത്തു. കോൺഗ്രസുകാരെ സഹായിച്ചിട്ടാണ് BJP ഈ കൊല്ലത്തിൽ എത്തിക്കഴിഞ്ഞു. ഈ വി ഡി സതീശൻ പറഞ്ഞ വാക്കുകളുണ്ട്, ഒന്നുകൂടെ എടുത്ത് പറയാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ ആളുകളെ തോറ്റു എന്ന് പഠിപ്പിക്കാനാണ് പാട് എന്ന് പറയുന്നത്. അത് അതിൽ എത്രത്തോളം സത്യാവസ്ഥ? അത് UDF എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം എന്ത് വന്നാലും എതിർക്കുക എന്നൊരു കാഴ്ചപ്പാട് മാത്രമാണ് സതീശന്റെ. നിങ്ങൾ അപ്പോഴും തോറ്റിട്ടില്ല എന്ന് പറയണേ? ഞാനിപ്പോഴും നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല. ഇല്ല, ചില വിഷയങ്ങളിൽ അത് ഇടതുപക്ഷത്തിന്റെ കോർപ്പറേഷൻ പോയത് പരാജയമല്ല. കോർപ്പറേഷൻ പോയത് പരാജയം തന്നെയാണ്. പക്ഷെ എങ്കിലും ചില സാങ്കേതിക കാരണങ്ങളിൽ ഈ വർഗീയത വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ പ്രചാരണം നടത്തുന്നത്. ആ കാരണത്താണ് ഇവിടെ. അതായത് ഇതിലും സത്യാവസ്ഥ ഞാൻ പറയാം. അതായത് വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൊണ്ടു നടന്ന അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചത് ഇടതുപക്ഷത്തിന് ക്ഷീണമായി എന്ന് നിങ്ങൾ ഒരു പോയിന്റ് സംസാരിക്കുന്നുണ്ടോ? ഒരു പോയിന്റ് ശരിയാണത്. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാൻ പാടില്ലല്ലോ. ആ ഒരു കാര്യം യഥാർത്ഥം തന്നെയാണ്. അതായത് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ച് ഹിന്ദു സമുദായത്തിൽപ്പെട്ട വോട്ടുകൾ ചിന്തിക്കുന്ന സമയത്ത് അത് BJP കൂടെ പോകുന്ന അവസ്ഥ ഉണ്ടായില്ലേ എന്നുള്ള എന്റെ ചോദ്യം ഒന്ന് ആണോ? രണ്ടാമത്, മുസ്ലിം സമുദായത്തിൽ BJPക്ക് വോട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല. ഒരു കാരണവശാലും മുസ്ലിം സമുദായം BJPക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത് പോയി കുടുങ്ങിയോ എന്ന് എന്റെ ചോദ്യം. കുടുങ്ങി, ചില ആളുകൾ കുടുങ്ങി. അങ്ങനെ അതുകൊണ്ടാണ് വോട്ട് പോകാൻ കാരണം. സമ്മതിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അല്ലേ? ഈ വി ഡി സതീശൻ പറഞ്ഞതേ ഈ ഇടതുപക്ഷത്തെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് വലിയ ബുദ്ധിമുട്ട്. ഈ കണക്കുകളൊക്കെ നിങ്ങൾ വെക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ തോറ്റുപോയോ എന്നുള്ള ചോദ്യം ഉണ്ടാവുന്നില്ല. അപ്പൊ സത്യത്തിൽ അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല. ഇല്ല, ജയിച്ചിട്ടുണ്ട് നിൽക്കണേ. നമ്മള് പരാജയപ്പെട്ടെന്ന് പറയാൻ നമ്മൾ സമ്മതിക്കാനായിട്ടില്ല. കാരണം ഈ വോട്ട് നമ്മൾ എണ്ണം കൂടിയിട്ടുണ്ടോ? വോട്ടിന്റെ എണ്ണം കണക്കൂടി നോക്കിയാൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടല്ലോ. തോൽവി തന്നെയല്ലേ? തോൽവി തന്നെയാണ്. എങ്കിലും അത് ചില സാറ് വോട്ടുകൾക്ക് മാത്രം ചില വാർഡുകളിലൊക്കെ പോയിന്നല്ലാതെ 19-26 വോട്ടിനൊക്കെ ചില മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പോയിട്ടുണ്ട്. ഒരു വോട്ടിന് ജയിച്ച ആൾക്കാരും ജയിച്ചു എന്നാണ് പറയുന്നത്. ഒരു വോട്ടിന് തോറ്റ ആൾക്കാർ തോറ്റു എന്നാണ്. എന്തുകൊണ്ട് തോറ്റു എന്ന് സമ്മതിക്കുന്നില്ല? എന്ത് തോറ്റു പറഞ്ഞാൽ ഈ ഒരു വർഗീയ വികാരം മാളിക്കെത്തിയാലോ, അതുകൊണ്ട് അവർ BJPക്കാര് സഹായിക്കാൻ വേണ്ടി കോൺഗ്രസ് ഒപ്പം നിന്നു, അതുകൊണ്ട് തോറ്റു. അപ്പൊ BJPക്ക് എങ്ങനെ വോട്ട് കൂടി?
BJP ഇങ്ങനെ അവരെ സഹായിച്ചപ്പോൾ കൂടി അല്ല അങ്ങനെയല്ല. കോൺഗ്രസ് BJP അങ്ങനെയല്ല, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി അടക്കം തള്ളി പറയുന്ന രീതിയിൽ അവരുടെ പാട്ടിന് പോട്ടെ എന്നുള്ള കണ്ടീഷനിലേക്ക് അപ്പുറത്തേക്ക് വർഗീയ കക്ഷിയായിട്ടാണല്ലോ ഇവർ കണക്കൂട്ടുന്നത്. ആ വർഗീയ കക്ഷികളും അവരുടെ കൂടെ UDF നിന്നു. അതുകൊണ്ടാണ് വിജയം സംഭവിച്ചത്. അങ്ങനെ ഉണ്ടായത് ആണ്. അപ്പോ ഈ വെള്ളാപ്പള്ളി നടേശന്റെ കൂടെ കൂട്ട് പിടിച്ചപ്പോ BJP കുറച്ച് വോട്ട് പോയി. വോട്ട് അപ്പൊ ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? പ്രശ്നം ഉണ്ടാക്കിയത് ഇവരുണ്ടാക്കിയത് ആര്? UDFന്റെ ആളുകൾ ഉണ്ടാക്കി. കാരണം ഇവിടെ എന്ത് സംഭവിച്ചു വെച്ചാല് ഇവിടെ ഇടതുപക്ഷത്തിന് പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് ഇത് എങ്ങനെ പറയാൻ കഴിയുന്നു? എനിക്ക് പറയാൻ കഴിയുന്ന വെച്ചാൽ ഇടതുപക്ഷത്തിന് പരാജയപ്പെടുത്താൻ UDFന് മറ്റൊരു മാർഗങ്ങളില്ല. അപ്പൊ BJPനെ കൂട്ടുപിടിച്ചതിലെ രക്ഷയുള്ളൂ എന്ന് എഴുതിയാണ്ട് UDFന് എല്ലാ വർഗീയ കക്ഷികളും കൂടിയാണ്ട് LDFനെ എതിർത്തു. അതുകൊണ്ടാണ് LDF അതാണ് സംഭവിച്ചു. അപ്പോൾ നിങ്ങൾ തോറ്റു എന്ന് സംഭവിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന്റെ കാലനായെന്ന് വെച്ചാൽ ഒരു വശം ശരി തന്നെയാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ഉത്ബുദ്ധരാണ്. ഒരു മതത്തിന് ബേസ് ചെയ്തിട്ട് വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നതല്ല. നമ്മൾ കേരളം പൊതുവെ വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് ഉയർന്ന് ചിന്തിക്കും. ഇപ്പോഴത്തെ യുവാക്കളായാലും പിന്നെ യുവതികളായാലും അത്യാവശ്യം ചിന്തിച്ച് പ്രവർത്തിക്കുന്നൊരു വിഭാഗം ആൾക്കാരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ക്ഷീണമായിട്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അത്തരം രീതിയിലേക്കുള്ള, അതായത് വലിയ രീതിയിലേക്ക് വർഗീയത പറയുന്ന ഒരാളെ കൂട്ടുപിടിച്ചത് ശരിക്കും ഇടതുപക്ഷം തെറ്റുപറ്റിപ്പോയോ? തെറ്റുപറ്റിയത് തന്നെയാണ്. കാരണം ഇടതുപക്ഷം എന്നും ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു ടീമായിട്ടാണ് പൊതുവെ ജനമധ്യത്തിൽ അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ വർഗീയത സംസാരിക്കുന്ന ഒരാളോട് കൂട്ടുകൂടുമ്പോൾ മറ്റു പക്ഷത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അതൊരു ഇഷ്ടപ്പെടാതെ പോയാം. പൊതുവെ രാജ്യത്തിന്റെ പോക്ക് മതത്തിന് ബേസ് ചെയ്ത് ഒരു വർഗീയപരമായ ചേർത്തിരിവാണ് മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിഷ്പക്ഷരായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അത് ചിലപ്പോൾ ഒരു ഭീതി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാനസികമായിട്ട് അവർ മാറിക്കൂടായി. നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളൊരു വോട്ടറാണെന്ന നിലക്ക് അത് വലിയ രീതിയിലേക്ക് പ്രശ്നം ഉണ്ടാക്കിയിരുന്നോ മനസ്സിൽ? ഇല്ല, സത്യം പറഞ്ഞാൽ നമ്മൾ പറയാലേ, നമ്മളിപ്പോൾ പൊതുവെ ഈ ഒരു BJP അല്ലെങ്കിൽ RSS നമ്മളിപ്പോൾ ഒരു മുസ്ലിം വ്യക്തിയാണെന്നുള്ള രൂപത്തിലല്ല സംസാരിക്കുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിലനിൽപ്പുണ്ട്. എൻ്റെ മതത്തിന് അടിസ്ഥാനപരമായിട്ടല്ല നമ്മുടെ രാജ്യം രൂപീകരിച്ചിട്ടുള്ളത്. അതൊരു ജനാധിപത്യ രാജ്യം. ജനങ്ങൾക്കാണ് ആധിപത്യം, അല്ല മതത്തിനല്ല. അപ്പോൾ ഒരു വിഭാഗം ഇങ്ങനെ മതപരമായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്ന രൂപത്തിൽ ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ അത്തരം ചെയ്തികളോട് അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ നീക്കത്തോട് ഞാൻ യോജിക്കില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. പല കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി ഒക്കെ പിടിച്ചെടുക്കുന്ന കണ്ടീഷനിലേക്ക് പോയി ആണോ? കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഒക്കെ പോയിട്ടുണ്ടെങ്കിലും സീറ്റുകളുടെ അടിസ്ഥാനം വലിയ രീതിയിലേക്ക് താഴ്ന്നു പോയി. സത്യമാണല്ലോ. ഏകദേശം 64 സീറ്റിലൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചത് ഇടതുപക്ഷത്തിന് തോൽവിയിലേക്ക് എടുത്തു വെച്ചോന്ന് ചോദിക്കുന്നത്. ചില ആളുകൾ ചിലപ്പോൾ അത് പറ്റിയിട്ടുണ്ടാവും. ആണല്ലേ? അത്തരം വന്നിട്ടുണ്ടാവും, സാധ്യതയൊക്കെ ഉണ്ട്. തള്ളിക്കളയുന്നില്ല. ആലോചിക്കണം, പാർട്ടി ആലോചിക്കണം. അപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ ഈ കൂട്ടുപിടുത്തം അത് സംഭവിച്ചിട്ടുണ്ട്, പാർട്ടി അണികൾക്ക് പ്രശ്നമായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അല്ല, അത് പാർട്ടി അതൊരു വിശകലനം ചെയ്യണം പാർട്ടി. നിങ്ങളൊരു ഇടതുപക്ഷ അനുയായിയാണോ? അതെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നു പാർട്ടി തോറ്റിട്ടില്ല. തോറ്റുണ്ടോ? തോറ്റു എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പാർട്ടി തോറ്റിട്ടില്ല. ഈ പാർട്ടി തോറ്റിട്ടില്ല. ഇല്ല, ക്ഷീണം പറ്റിയില്ല. അത്ര വലിയ ക്ഷീണമൊന്നും പറ്റില്ല. വലിയ ക്ഷീണമില്ല. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 19 നിയമസഭാ മണ്ഡലത്തിലൊക്കെ ആയിരുന്നു ഇടതുപക്ഷ മുന്നണി ലീഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്രാവശ്യം ഒരു 64ലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ മലപ്പുറം, അതുപോലെ എറണാകുളം, കോട്ടയം, പിന്നെ കോഴിക്കോട് ജില്ലകളിലൊക്കെ പാർട്ടിക്ക് കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെട്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പോയി. അതെ, കോർപ്പറേഷൻ പോയെങ്കിൽ ഒരു 8 നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോഴും ലീഡുണ്ട്. ഇപ്പോ ശരിക്കും എനിക്ക് നിങ്ങൾ ഈ പറയുമ്പോൾ VD സതീശൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ തന്നെ. അതായത് ഇടതുപക്ഷത്തിന്റെ അനുയായികളെ പഠിപ്പിക്കാനാണ്, തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പാടാണെന്നുള്ളതാണ്. ഞാൻ തോറ്റത് സമ്മതിക്കേണ്ടതല്ലേ? ശരിക്കും തോറ്റു അല്ലെങ്കിൽ കോർപ്പറേഷൻ വരെ പോയി എന്നുള്ളത് സമ്മതിക്കേണ്ടതല്ലേ? അല്ല, അത്ര വലിയൊരു പരാജയം വന്നിട്ടില്ല. അത് തന്നെയാണ് പറയുന്നത് VD സതീശൻ. അത് തന്നെ പറയുന്നത് അത്ര വലിയ പരാജയം അല്ല. ഓക്കെ, VD സതീശൻ പറയുന്നത് തന്നെയാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ അണികളെ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പാട് ഭയങ്കരമാണെന്ന് പറയുന്നത്. അതായത് ഈ അങ്ങനെ സമ്മതിക്കില്ല എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ പഠിപ്പിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ കോൺഗ്രസ് തന്നെ തോറ്റോ എന്ന് വേണമെങ്കിൽ അവരെന്നെ ഒന്ന് എന്ത് ചെയ്യും, നോക്കേണ്ടി വരും എന്ന് പറയണേ. 2026 തെരഞ്ഞെടുപ്പില് ഇതൊക്കെ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. വരട്ടെ. ഞാൻ പറയുന്നത് എങ്ങുമല്ലാത്ത രീതിയിലേക്ക്, വലിയ രീതിയിലേക്ക് തോൽവി സംഭവിക്കുമ്പോൾ തോറ്റു എന്ന് പറയാൻ എന്താണ് മടിക്കുന്നത്? അല്ല, അത്ര വലിയൊരു പരാജയം ഉണ്ടായിട്ടില്ല. അത് തന്നെ ഞാൻ പറയുന്നത്. VD സതീശന്റെ വാക്കുകൾ കടമെടുത്ത് തന്നെ ഞാൻ പറയുന്നത്. അതായത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട്. അതല്ല, അത്ര ഒരു പരാജയം എപ്പോഴും വന്നിട്ടില്ല എന്നാണ് ഞാനും കുറച്ച് വിശ്വസിക്കണേ. കോർപ്പറേഷൻ പോയത് പരാജയമല്ലേ? നിയമസഭാ മണ്ഡലം എടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴും തിരുവനന്തപുരത്ത് 8 നിയമസഭാ മണ്ഡലത്തിൽ ലീഡാണ്.
പല പഞ്ചായത്തുകളടക്കം LDF-ന്റെ പഞ്ചായത്തുകളടക്കം എന്ത് ചെയ്തു? ഒക്കെ തിരിച്ചുപോയി. ചെറിയ ചെറിയ വോട്ടിന് പരാജയപ്പെട്ടിട്ടുള്ളത്. പരാജയപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ സമ്മതിക്കാത്തത്? പരാജയം സമ്മതിക്കുന്നുണ്ട്. സമ്മതിച്ചു. അല്ല, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനാട്ടാ ബുദ്ധിമുട്ട്. പരാജയം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത്ര വലിയൊരു പരാജയം ഒന്നല്ല. തിരിച്ചു വരാനുള്ള എല്ലാ പിന്നതും പാർട്ടിക്ക് അതിനുള്ള സോഴ്സും ഉണ്ട്. എല്ലാ ഇതും പാർട്ടിക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞാനും പറയാണ്. വരട്ടെ, വരും. വെള്ളാപ്പള്ളിൻ്റെത് 1% 99% ഭരണത്തിന്റെ പരാജയമാണ്. കാരണം എല്ലാ സാധനത്തിനും വില കയറി. വെള്ളാപ്പള്ളിക്ക് 1% നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? 1% വെച്ചാൽ അത് അയാൾ അങ്ങനെയാണ്. അയാൾ ഒരിക്കലും മുസ്ലിം സമുദായത്തെ അംഗീകരിച്ചുകൊണ്ടോ അനുകൂലിച്ചുകൊണ്ടോ ഒരു 10 കൊല്ലം മുമ്പാണ് പ്രസ്താവന ഇറക്കിയത്. ഇപ്പം അങ്ങനെ ഇല്ല. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അയാൾ ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കാനും അയാളെ കുറേ കേസുകൾ ഇല്ലാതാക്കാനും എന്തൊക്കെ കിട്ടാൻ സഹായങ്ങൾ ഇടതുപക്ഷത്തിന് അത് വാങ്ങാൻ വേണ്ടി മാത്രം ഉള്ളൊരു പ്രവണത. അത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമുദായം ആദ്യം അയാളെ തള്ളിക്കളഞ്ഞതാ. അത് മുസ്ലിം തള്ളിക്കളഞ്ഞാന്ന് പറയുമ്പോൾ അത്തരം ആളുകളെ കൂട്ടുപിടിച്ച് വീണ്ടും ഭരണത്തിൽ കയറാമെന്നുള്ള പ്രശ്നം അത് വോട്ടിംഗ് ശതമാനത്തെ ബാധിക്കില്ലേ? അത് 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 ഇടതുപക്ഷം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാനും ഇടതുപക്ഷ അനുഭാവിയായിരുന്നു ഒരു സമയത്ത്. എന്തുകൊണ്ട് വെച്ചാൽ അവർ മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് അതിൽ വിഭിന്നത ഉണ്ടാക്കാനാണ് എപ്പോഴും ശ്രമിക്കൽ. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം നടത്തിയതാണ്. ഇപ്പം അത് കൂടുതലായിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ അത്തരം സംഭവങ്ങൾ, വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചത് ഇടതുപക്ഷത്തിന്റെ കാലനാവുന്ന അവസ്ഥയിലേക്ക് എത്തിക്കോ? അത് 1% അത് ശരിയാണ്. 1% അത് ഓരോ ഭാഗത്ത് തെറ്റൊന്നുമില്ല. വെള്ളാപ്പള്ളിനെ കൂട്ടുപിടിച്ചത് കൂടുതൽ ഹിന്ദു സമുദായത്തിലുള്ള ആൾക്കാർ, ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ അയാളോട് യോജിക്കുന്നില്ല. അങ്ങനത്തെ ആൾക്കാരെല്ലാം ഇടതുപക്ഷത്തുമായിട്ടുള്ള അനുകൂലമുള്ള ഘടകങ്ങൾ ഒഴിവാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിച്ചു എന്ന് മാത്രം. വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള പ്രശ്നം ഇടതുപക്ഷത്തിന്റെ പരാജയത്തിനൊരു കാരണമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? അല്ല, ആ പ്രവർത്തികളൊന്നും തോൽവിയിലേക്ക് പോയിട്ടില്ല. എന്താണ് തോൽവിയിലേക്ക് പോയത്? തോൽവിയിലേക്ക് പോയത് അത് എല്ലാ കാലത്തും ജനങ്ങൾ മാറി ചിന്തിക്കുന്നതാണല്ലോ. ഈ തുടർ ഭരണം അപ്പോൾ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണ്. കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ് വീണ്ടും 5 വർഷം എന്തിന് ഇടതുപക്ഷത്തെ കയറ്റി? അത് തുടർ ഭരണമല്ലേ? ഇടതുപക്ഷത്തെ കയറ്റിയെന്ന് അത് വേറെയാണ്. അതിന്റെ കാര്യം എന്താണ്? എന്ത് വേറെ? അത് ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ അനുയായിയാണോ നിങ്ങള്? ഞാൻ ഇടതുപക്ഷത്തിന്റെ അനുയായി. ഞാൻ ആണെങ്കിൽ പോലും ഞാൻ പറയുന്ന ഒരു വാക്ക്, അതായത് ഇവിടെയുള്ള റോഡുകൾ വലിയ നല്ല രീതിയിലേക്ക് പണിയെടുത്തിട്ടുണ്ട്, വലിയ രീതിയിലേക്കുള്ള ഡെവലപ്മെന്റുകൾ നടന്നിട്ടുണ്ട്. കേരളത്തിൽ എങ്ങും ഇല്ലാത്ത രീതിയിലേക്ക് ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ളത് പരിശോധിക്കേണ്ടതല്ലേ? പാർട്ടി തോറ്റു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അതിനൊരു കാരണം ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ ആയോ എന്ന് എന്റെ ചോദ്യം. വീണ്ടും തിരിച്ചു വരുന്നത് ഇല്ല. ഞാനിപ്പോ ഈ നിൽക്കുന്ന പെരിന്തൽമണ്ണ അടക്കം തൂത്തുവാരി, ഞാൻ പറയുന്നത് ഇതൊക്കെ വലിയ രീതിയിലേക്ക് കോട്ടകളായിരുന്നു. ഓരോ ഘട്ടങ്ങളിലും മാറി മാറി ചിന്തിക്കും. അതിന് ജനങ്ങളുടേതായ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നമാണ് ഞാൻ ചോദിക്കുന്നത്. ആ പ്രശ്നങ്ങൾ വെള്ളാപ്പള്ളിയൊന്നും അങ്ങനെ കേരള സമൂഹത്തെ അങ്ങനെ വർഗീയമായി ചിന്തിപ്പിക്കാൻ വെള്ളാപ്പള്ളിയെ കൊണ്ട് കഴിയില്ല. ആ വെള്ളാപ്പള്ളിയെ കൊണ്ട് കഴിയില്ല. ഓക്കെ, വെള്ളാപ്പള്ളി എന്നുള്ള സിംഗിൾ വ്യക്തിയാകുമ്പോൾ കഴിയില്ല. അത് സർക്കാരിന്റെ കൂടെ ഉണ്ട്. പിണറായി വിജയൻ സാറിന്റെ കൂടെ വരെ കാറിൽ യാത്ര ചെയ്യുന്ന അവസ്ഥയിൽ വരുന്ന സമയത്ത് ജനങ്ങൾ ചിന്തിക്കില്ല എന്ന് എന്റെ ചോദ്യം. വർഗീയത പറയുന്ന ഒരു വ്യക്തിയെ ചിന്തിക്കില്ല ഒരിക്കലും. അത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞത് എന്നതുകൊണ്ട്, വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റി എന്നതുകൊണ്ട് മുസ്ലിങ്ങൾ അങ്ങനെ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കൊന്നുമില്ല. പിന്നെ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഉള്ളിലിരിപ്പ്. ഇത് അതിനൊരു കാരണമല്ല. ഈ മറുമായത്തിൽ പറയുന്നുണ്ട്, അതായത് നമ്മള് എന്ത് സംഭവിച്ചു ഗെയ്സ് എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. എന്നുള്ളത് നമുക്ക് കൂട്ടമായി പരിശോധിക്കേണ്ടതാണ്. അല്ല, അത് പരിശോധിക്കുന്ന അപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചോദിക്കണം. അപ്പൊ എല്ലാം വാഗ്ദാനങ്ങളായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. നല്ല രീതിയിലേക്കുള്ള ഡെവലപ്മെന്റുകൾ നടന്നിട്ടുണ്ട്, ഞാനും കൂടെ അംഗീകരിക്കുകയാണ്. വലിയ രീതിയിലേക്കുള്ള റോഡുകൾ ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് അത് തന്നെ നമുക്കത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ജനങ്ങളുടെ മനോഭാവത്തിൽ വന്ന മാറ്റം. അല്ല, ആളുകൾ വോട്ട് ചെയ്തില്ല. അത് പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യം. പിന്നെ നിങ്ങൾ തുടർഭരണം ഇല്ല എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പറയുമ്പോൾ തുടർഭരണം ഞാൻ പറയുന്നത് തുടർഭരണം വേണ്ട എന്ന് നിങ്ങൾ ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ 5 വർഷം മുമ്പ് എന്തുകൊണ്ട് തുടർഭരണം വേണ്ട എന്ന് തീരുമാനിച്ചില്ല? അന്ന് 5 വർഷം മുമ്പ് ഇന്നത്തെ സാഹചര്യമല്ല എന്ന് പറഞ്ഞല്ലോ. 5 വർഷം മുമ്പ് അങ്ങനെ തുടർഭരണത്തിന്റെ ആവശ്യം വേണമെന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ടില്ല.
തുടർഭരണം തോന്നിയില്ലേ? അതുകൊണ്ടല്ലേ വീണ്ടും വന്നത്? അത് ഇപ്പൊ തുടർ ഭരണമാണെന്ന് തോന്നിയിട്ടില്ല. ഇത് ഞാൻ പറയാം 5 വർഷം മുമ്പ് 10 വർഷം മുമ്പ് കേൾക്കണം, വ്യത്യസ്തമായി കേൾക്കണം. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ വലിയ രീതിയിലേക്ക് സീറ്റ് കുറയാ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ പേടിപ്പിക്കുന്നത് തന്നെയാണ്. അല്ല, അതിനു മുമ്പ് സീറ്റ് കുറഞ്ഞിട്ടുണ്ടല്ലോ അടുത്ത വർഷത്തെ. എന്നിട്ട് ജയിച്ചു വന്നിട്ടുണ്ടോ? 2010 തുടങ്ങി ജയിച്ചു വന്നിട്ടുണ്ടോ? 2015 വീണ്ടും ജയിച്ചു വന്നല്ലോ, 2020 ജയിച്ചല്ലോ. ജയിക്കുന്നല്ല ഞാൻ പറയുന്നത്. ഇത്തരം രീതിയിലേക്ക് സീറ്റ് കുറഞ്ഞ് എന്തുകൊണ്ടാന്നുള്ളതാണ് പരിശോധിക്കേണ്ടതെന്ന് നിങ്ങൾ പറയുന്നത്. അല്ല, പരിശോധിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അത് അതിൻ്റെതായ ഘടകങ്ങൾ പരിശോധിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അതിൽ വെള്ളാപ്പള്ളി ഉണ്ടോ? അതിലെന്തിന് വെള്ളാപ്പള്ളി വരണം? ഇല്ല. വെള്ളാപ്പള്ളി എന്നുള്ള ഒരു സമുദായ നേതാവ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഘടകങ്ങളിലൊന്നും ഇല്ല. ഓക്കെ, അവിടെ വരെ ഇല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇത് എന്തോ ജനങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ കൂടിക്കുന്നു. തെറ്റിദ്ധാരണ വരുമ്പോഴാണ് ചോദിക്കുന്നത്. തെറ്റിദ്ധാരണ ഇത്തരം തെറ്റിദ്ധാരണ പ്രശ്നങ്ങൾ തന്നെയല്ലേ? ചെറിയൊരു പ്രശ്നം, ചെറിയ അതെന്ത് തിരുത്തിട്ട് വരും. എന്തുകൊണ്ടാണ് ചെറിയ പ്രശ്നം എന്ന് പറയുന്നത്? എന്തോ ഇങ്ങനെ പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് എന്തായാലും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് വന്നിട്ടുണ്ടാവുന്നുള്ള ഉറപ്പല്ലേ? കുറഞ്ഞത് വന്നിട്ട് അത് ഉറപ്പില്ല. അങ്ങനെ അത് ചെയ്യാൻ പാടില്ലാത്തല്ലായിരുന്നോ? അങ്ങനെ പറയാൻ പാടില്ല. ഒരു ജനങ്ങൾ നമ്മൾ താഴ്ത്തി കാണാൻ പാടില്ല. എല്ലാവരും ഒരുപോലെ. താഴ്ത്തി പറഞ്ഞ ആളെ കയറ്റി വെക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങൾക്ക് ഉണ്ടായതെന്ന് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല. എന്തുകൊണ്ട് സീറ്റ് മിസ്സായി? അത് സീറ്റ് മിസ്സായ ചിലപ്പോൾ ജനങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അവർക്കൊരു വിഷമമായിട്ടുണ്ടാവും, കൂടുതൽ വേണ്ടാന്നുള്ള ഉപകാരം ചെയ്തു കൊടുത്തപ്പോ. ഞാൻ പറയുന്നത് കഴിഞ്ഞ കാലത്തില്ലാത്ത രീതിയിലേക്ക് റോഡ് ഡെവലപ്മെന്റ് മറ്റുള്ള സംഭവങ്ങളൊക്കെ പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട്. ഹൈവേകളടക്കം ധൈര്യസമേതം എടുത്ത് നടപ്പിലാക്കി അത് പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്, ഇല്ലേ? എന്തുകൊണ്ട് പിന്നെ തോറ്റു? അതെന്തോ ജനങ്ങളടുത്തല്ലത്, നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളാരും തിരുത്തിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് വോട്ട് നഷ്ടപ്പെട്ടു? എന്തോ പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. വാഗ്ദാനമാണോ കൊടുത്തത് എന്ന് പറയാൻ കഴിയില്ല. നല്ല രീതിയിലേക്കുള്ള ഡെവലപ്മെന്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് തോറ്റു? അതാണ് നമ്മൾ ആലോചിച്ചിട്ട് നിൽക്കുന്നത്. അതിലൊരു ഘടകം വെള്ളാപ്പള്ളി ആയോ എന്ന് എന്റെ ചോദ്യം. അത് എനിക്ക് പറയാൻ പറ്റില്ല. പട്ടിക്കാരനായതുകൊണ്ട് പറയാൻ പറ്റാത്തതാണോ? പറയാൻ പറ്റില്ല, സോറി. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാ തീർച്ചയായിട്ടും പറയുന്നത്? ആ മോന്റെ സംസാരം കൊണ്ട്, വെള്ളപ്പള്ളിയുടെ സംസാരം കൊണ്ട്, വെള്ളാപ്പള്ളി നടേശന്റെ സംസാരം കൊണ്ട് വോട്ട് പോയോ? പോയി, തീർച്ചയായിട്ടും പോയി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഓന് വർഗീയത വോട്ട് പിടിച്ചോണ്ട്, വർഗീയത പറഞ്ഞോണ്ട്. എന്തുകൊണ്ട് വർഗീയത പറഞ്ഞു പറയണേ? ഓനോ നമ്മളെ മലപ്പുറം ജില്ലയിൽ അങ്ങനെ തെറ്റിദ്ധാരണകൾ പലതും അവന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധാരണകളെ അവന് മലപ്പുറം ജില്ലേനെ പറ്റിയുണ്ട്. അതുകൊണ്ട് വർഗീയത കൂടുതൽ പറഞ്ഞു. ഇവിടെ പലതും പറഞ്ഞു. ഒന്നും ഇപ്പൊ എനിക്ക് പറയാനും സൗകര്യമില്ല. തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ നയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർത്തും എന്താ പറയുക, ചില സമയത്ത് ഒരു വർഗീയ പരാമർശങ്ങൾക്ക് ഉന്നയിക്കേണ്ട ഒരു ആളായി മാറിയിരിക്കുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ കൂട്ടുപിടിച്ചാണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നേരിട്ട് ഇരിക്കുന്നത്. അപ്പോൾ തീർത്തും ഒരു അവസരവാദ രാഷ്ട്രീയ നയമാണ് ഇപ്പോൾ പിണറായി വിജയൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവസരവാദം എന്ന് പറയുന്നത്, അവസരവാദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഓരോ ആനുകൂല്യങ്ങളും കൊടുക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് ആ സമയത്ത് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളാണ്. അല്ലാതെ ജനങ്ങളുടെ പ്രയാസങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടല്ല ഇപ്പോൾ ഈ സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള തിരിച്ചടിയാണ് ജനം ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ സർക്കാരിനും പിണറായി വിജയനും കൊടുത്ത വ്യക്തമായ. ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. അതായത് വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചത്, വെള്ളാപ്പള്ളി നടേശൻ ശരിക്കും ജയിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് തോൽക്കുന്ന രീതിയിലേക്ക് പോയോ? വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന്റെ കാലനായോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായും അത് ഞാൻ പറഞ്ഞില്ലേ, അവസരവാദപരമായ നീക്കങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ന്യൂനപക്ഷ പ്രീണന നയം സ്വീകരിച്ചു. അപ്പോൾ അതൊരു വോട്ട് ബാങ്ക് ആക്കാൻ മാറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് കൂട്ടുപിടിച്ചു. പക്ഷെ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അത് തീർത്തും സർക്കാരിനും പിണറായി വിജയനും ശക്തമായ താക്കീതാണ് കൊടുത്തിട്ടുള്ളത്. അത് തീർത്തും തെറ്റായ ഒരു നയമാണ് അവിടെ സ്വീകരിച്ചിട്ട് ഇരിക്കുന്നത്. അത് ഉറപ്പല്ല, കാലനായതുകൊണ്ടല്ലേ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചത്. ഭരണത്തിൽ വരാമെന്നുള്ള മോഹത്തോട് കൂടിയാണ് വെള്ളാപ്പള്ളി നടേശനെ സഖാവ് പിണറായി വിജയൻ കൂട്ടുപിടിച്ചതെങ്കിൽ ഈ രീതിയിലാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. UDF ഭൂരിപക്ഷ വോട്ടിന് പിന്നെ വിജയിച്ചു വരുന്ന ഒരു സമീപനത്തിലേക്ക് പെരിന്തൽമണ്ണ മുനിസിപ്പൽ UDF മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകാൻ തെറ്റുപറ്റിയത് തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ച് ഭരണത്തിൽ വരാമെന്നുള്ള മോഹത്തോട് കൂടിയാണ് സഖാവ് പിണറായി വിജയൻ മുന്നോട്ട് പോയത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അടിത്തറ ഇളക്കിക്കൊണ്ടാണ് മുനിസിപ്പൽ UDF മണ്ഡലം കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. തെറ്റുപറ്റി, പാർട്ടിക്ക് തെറ്റുപറ്റി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? ഇത് അയാളെ വർഗീയത പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ടിടക്കം ചെയ്ത് വെള്ളാപ്പള്ളിനെ. അയാളെ നാളെ കാറിക്കയറ്റി എല്ലാ തലപ്പുരക്കൊക്കെ കൊണ്ടുകിടന്നത് പിണറായി.
അതാ സത്യം. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോയോ? പോയി. ഇവിടെ ഈ മലപ്പുറം ജില്ല കംപ്ലീറ്റ് പറ്റിയതാ, ഒന്നായിട്ട് പോകാൻ കാരണം അതാ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? അതുകൊണ്ട് വർഗീയത ഉണ്ടാക്കിയോണ്ട് ഇവിടെ വർഗീയത ഇല്ലല്ലോ, ഇവിടെ ആരും ഒരു കച്ചറയില്ല. അവളെ വർഗീയത കുത്തി വെച്ചതാണ് വെള്ളാപ്പള്ളി, അതിന് ഏറ്റു പറഞ്ഞതാണ്. അല്ല, ഒരിക്കലും അല്ല. എന്തുകൊണ്ടാ വെച്ചാല് വർഗീയ രാഷ്ട്രീയ പാർട്ടികൾ SNDP അത്ര സ്വാധീനമുള്ള താരമല്ല, മുസ്ലിം ലീഗിനെ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള അല്ല, വളരെ കുറച്ച് ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകളൊക്കെ ഭിന്നിപ്പോയി പോയി സാധനം. അതായത് വലിയ രീതിയിലേക്ക് ഈ പെരിന്തൽമണ്ണൊക്കെ വലിയ രീതിയിലേക്ക് പോയി. മലപ്പുറത്തെ വലിയ രീതിയിലേക്ക് കുറ്റം പറഞ്ഞിരുന്ന, വലിയ രീതിയിലേക്ക് വർഗീയത പറഞ്ഞിരുന്ന, ഹിന്ദു സമുദായത്തിലൂടെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ പറഞ്ഞിരുന്ന അത്തരം ഒരാളെ കൂട്ടുപിടിച്ച് കാറിൽ കയറ്റിക്കൊണ്ട് പോയത് പ്രശ്നമായത്. അതുകൊണ്ടല്ല മലപ്പുറം ജില്ലയിൽ പോയിട്ടുള്ളത്, മറ്റ് മുസ്ലിം ന്യൂനപക്ഷം മുഴുവൻ അവർക്ക് അനുകൂലമായ സ്ഥിതി വന്നതുകൊണ്ടാണ്. അത് എങ്ങനെ വന്നു? വരാൻ കാരണം മുസ്ലിം സമുദായത്തിന് അനുകൂലമായി വരാൻ കാരണം വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, പരിസ്ഥിതി ഘടകങ്ങൾ അതിനുണ്ട് എല്ലാ പ്രദേശത്തും. എന്തൊക്കെ ഘടകങ്ങളാണ്? ഒന്ന്, മുസ്ലിങ്ങൾ തീയപ്പറക്കുന്ന സ്ഥലമാണ് ഈ പ്രദേശം, മലപ്പുറം ജില്ല. അതിൽ ആ മുസ്ലിങ്ങളെ ഏകീകരിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റൂ, വർഗീയത കൊണ്ടല്ല അത് വന്നത്. താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് ഉസ്മാൻ എന്നാണ്. ഉസ്മാനെ ഞാൻ ചോദിക്കാം, ഇവിടെ ഹിന്ദു സമുദായത്തിന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ മുസ്ലിം സമുദായം ഉണ്ടാക്കുന്ന പ്രസ്താവന വെള്ളാപ്പള്ളി ഇറക്കി. അത് ശരിയല്ല, അങ്ങനെ അയാൾ പറഞ്ഞ് വളച്ചൊടിച്ചാണ്. അദ്ദേഹത്തെ കൂട്ടുപിടിച്ച് ഭരണത്തിൽ കയറാൻ വിചാരിച്ച് തെറ്റായി പോയോ? തെറ്റായി എനിക്ക് തോന്നിയിരുന്നില്ല. അയാൾ കൂട്ടുപിടിച്ചുകൊണ്ടല്ല ഭരണത്തിൽ കയറിയിട്ടുള്ള ഒരിക്കലും. ഇടതുപക്ഷം കയറിയില്ല, അവരെ കൂട്ടുപിടിച്ചിട്ടല്ലോ. മുൻപ് കയറിയുള്ള കൂട്ടുപിടിച്ചിട്ടില്ല. അതായത് ഈ ചെത്തുതൊഴിലാളി യൂണിയനും തീയ വിഭാഗത്തിൽപ്പെട്ടവരും ഇടവര് വിഭാഗത്തിൽപ്പെട്ട അധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപാട് ഉള്ള ആൾക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയാണോ? അങ്ങനെയാണ്. അതുകൊണ്ടാണോ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്? അങ്ങനെയല്ല, വളച്ചൊടിച്ചിട്ടല്ല പറയുന്നത്. ഞാൻ നേരെ കണ്ടിട്ട് വിശദീകരിച്ചത്. രാഷ്ട്രീയം അങ്ങനെ കാണാപ്പടം പഠിക്കാറ് പതിവില്ല. ഞാനിപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണല്ലേ. അപ്പൊ ഈ ഒരു സംഭവം ഞാൻ പറയാണ്, മലപ്പുറം ജില്ലയിലെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഹിന്ദു സഹോദരന്മാർക്ക് മുസ്ലിം സമുദായക്കാരെ കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല, ഉറക്കം വരുന്നില്ല എന്നുള്ള കണ്ടീഷൻ മോശമായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇല്ല, അത് ഒരിക്കലും ഇല്ല. ഞാൻ മുസ്ലിമായ മനുഷ്യനാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത്തരം സ്റ്റേറ്റ്മെന്റ് വെള്ളാപ്പള്ളി ഇറക്കിയത് അത് പ്രശ്നം തന്നെയല്ല. അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. അത് മുസ്ലിങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം എന്താ വെച്ചാൽ ജനങ്ങള് ബോധവാന്മാരാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഒരാളും ഒന്നിനും കാരണമല്ല, എല്ലാവരും അവരവരുടെ കാരണം ഉണ്ടായിട്ടല്ലേ ജനങ്ങൾ മാറ്റി ചിന്തിക്കുക. അങ്ങനെയല്ല, ജനങ്ങൾക്ക് മനസ്സിലായി, ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള വിവേകം വന്നു തുടങ്ങി. പഴയമാരി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അതിനനുസരിച്ച് പിന്നാലെ പോകാൻ പറ്റൂല. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അവൾക്ക് മനസ്സിലായി ശരി ഏതാ തെറ്റേതാ എന്നുള്ള അവരുടെ ആവശ്യങ്ങളാണ് ഓരോരുത്തരും നോക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു നിങ്ങൾ? ഇപ്പൊ നമുക്കിപ്പോ ഒരു ജോലിയുടെ ആവശ്യമാണെങ്കിൽ ചെറുപ്പക്കാരാണെങ്കിൽ അവരുടെ ജോലിയുടെ കാര്യം നോക്കും. വെള്ളാപ്പള്ളി എന്ത് പറഞ്ഞു എന്ന് അവർ നോക്കൂല. വൃദ്ധജനങ്ങളാണെന്ന് വെച്ചെങ്കിൽ അവരുടെ വരുമാനത്തിന്റെ നോക്കുമ്പോൾ അവരുടെ ഭാവി കാര്യങ്ങൾ അവർ നോക്കും. അവരുടെ സന്തോഷം സമാധാനം, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനം. താങ്കൾ പറഞ്ഞ ഒരു വിഭാഗം ആളുകളിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എല്ലാ വിഭാഗം ആളുകളും പൊളിറ്റിക്കലായിട്ട് നോക്കി കാണുന്ന ആളുകളും അങ്ങനെയല്ല ചിന്തിക്കുക, പല രീതിയിലേക്ക് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്റെ ചോദ്യം പോലും നിങ്ങൾ അപ്രതീക്ഷിതമാണ്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ സംഭവിച്ചു പോയോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതായത് എങ്ങും ഇല്ലാത്ത രീതിയിലേക്ക് തോൽവി സംഭവിക്കുമ്പോൾ എന്താണ് അതിന് ഘടകം എന്ന് പറയേണ്ടതുണ്ട്. അതായത് മലപ്പുറം ജില്ലയിലടക്കം വലിയ രീതിയിലേക്ക് മലപ്പുറം ജില്ലയിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ വരണം എന്ന് എല്ലാവർക്കും തോന്നൂലേ? ഒരേപോലെ പുരോഗതി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ആളുകൾ ഉണ്ടാവും. സാറിനിപ്പം മെച്ചമുണ്ടെങ്കിൽ, താങ്കൾക്ക് ഇപ്പം മെച്ചമുണ്ടെങ്കിൽ താങ്കൾ അതിനെ സപ്പോർട്ട് ചെയ്യൂലേ? അതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും. അധോഗതിയാണെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യില്ല. ഈ ഒരു 10 വർഷക്കാലം വലിയ രീതിയിലേക്കുള്ള റോഡുകളൊക്കെ വലിയ നല്ല രീതിയിലേക്ക്, ചെറിയ ഉള്ളേരിയയിലുള്ള റോഡുകളൊക്കെ വലിയ നല്ല രീതിയിലേക്ക് ഉണ്ടല്ലോ അല്ലെ? വലിയ രീതിയിലേക്ക് വികസനം നടന്നിട്ടുണ്ട്. എന്നിട്ടും തോൽക്കാൻ കാരണം എന്താണ്? വികസനം എവിടെയാണ്? എനിക്കങ്ങനെ നല്ല രീതിയിലേക്ക് നടന്നിട്ടുണ്ട്. പഴയ കാലത്ത് റോഡുകളുടെ ഉൾറോഡുകൾക്കൊക്കെ യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് നല്ല രീതിയിൽ റബ്ബറൈസ് റോഡുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വികസനത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാനൊരു അനുകൂലിയല്ല, അനുയായിയല്ല. ഞാൻ പറയുന്നത് അത്തരം രീതിയിലേക്ക് നല്ല സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇല്ലാന്ന് പറയാൻ കഴിയില്ല. ഇടതുപക്ഷം അത്ര രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ്. അത് റിവ്യൂ ചെയ്യേണ്ടി വരും. ആ റിവ്യൂ ചെയ്യുന്നതിൽ ഇത്തരം ടീമുകളെ കൂടെ കൂട്ടിപ്പിടിച്ചതിന് ഉണ്ടാവുമോ എന്നാ എന്റെ ചോദ്യം. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇല്ല. എന്താ? അല്ല, അങ്ങനെ ആകാനും സാധ്യതയുണ്ട്. എന്തുകൊണ്ടാ? ഒരു വർഗീയത ഞങ്ങള് പറഞ്ഞു. വർഗീയത പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഒപ്പം കൂട്ടി അടക്കല്ലായിരുന്നു. അതുകൊണ്ട് പണി നിങ്ങളെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെ അത് ശരിയായ നടപടിയായിരുന്നോ? ശരിയായ നടപടി ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? നടപടി പറഞ്ഞാൽ സംസാരിക്കുന്നതിൽ മുഖ്യമന്ത്രി വളരെ അടുത്ത് ഇതായതേ, അതൊക്കെ ഒരു മോശമായി. വോട്ട് പോയത് ഇതിപ്പോ മാറി വരുമ്പോ ഉണ്ടാവണം. ഇപ്പൊ തുടർച്ചയായി 10 വർഷം അവർ ഭരിച്ചില്ലേ, എന്ന് വെച്ചാൽ അവരുടെ ഭരണത്തിലുള്ള വീഴ്ചകൾ ഇതിന് കാരണമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലേക്ക് പ്രതിഷേധം വന്നത് വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചു എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചതിൽ ഇടതുപക്ഷത്തിന് തെറ്റുപറ്റിയോ എന്നുള്ള
ചോദ്യത്തിന് ജനങ്ങളുടെ ഉത്തരങ്ങളാണ് നിങ്ങൾ കേട്ടത്. നന്ദി, നമസ്കാരം.